സമൂഹത്തിൽ പൊതുവിൽ പ്രത്യേകിച്ച് കൗമാരക്കാരിലും യുവാക്കളിലും കുട്ടികളിലും അക്രമ പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം എന്ന് പറയുന്നതാണ് അഫാൻ നടത്തിയ കൂട്ടക്കൊല. 5 പേരെയാണ് 23 വയസ്സുകാരനായ ഒരു പയ്യൻ ബന്ധുക്കളെയാണ് കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. അനിയൻ മരിച്ചു, അനിയനെ കൊന്നു, അച്ഛൻ്റെ ചേട്ടനെയും അമ്മയെയും കൊന്നു, അച്ചാമ്മയെ കൊന്നു, കാമുകിയെ കൊന്നു. അതുപോലെ അമ്മ ഇപ്പം മൃതപ്രായമായി ആശുപത്രിയിൽ കിടക്കുന്നു. പൊതുവിൽ സമൂഹത്തിൽ കൗമാരക്കാരിലും യുവാക്കളിലും കുട്ടികളിലും അക്രമ പ്രവണത വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സമൂഹത്തെ വലിയ അലട്ടുന്ന ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ഒരു ഉത്കണ്ഠയും സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്കിടയിലും കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഭയത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു പൊതു സാഹചര്യവും പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ ഈ യുവാക്കളിലും കൗമാരക്കാരിലും കുട്ടികളിലും വിശിഷ്യ അക്രമ പ്രവണത വർദ്ധിച്ചു വരുന്നതിനുള്ള കാരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൈക്കോ സോഷ്യൽ ബയോളജിക്കൽ അനാലിസിസ് നമുക്ക് വേണ്ടതുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു സൈക്കോ സോഷ്യൽ അനാലിസിസാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ദശകങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സമൂഹത്തിലൊരു വലിയ മാറ്റം പൊതുവിൽ സംഭവിച്ചിട്ടുണ്ട്. ആഗോളീകരണത്തിൻ്റെയും ഉത്തരാഗോളീകരണ കാലത്തിൻ്റെയും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു പൊതുവായ സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായി. ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ആഗോളീകരണത്തിൻ്റെ ഒപ്പം തന്നെ സംഭവിച്ച ഒരു പ്രധാന കാര്യമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള വലിയ വളർച്ചയും അതുപോലെ ടെക്നോളജിയുടെ വികാസവും. അങ്ങനെ ഈ ടെക്നോളജിയുടെ വികാസവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ പൊതു യാഥാർത്ഥ്യത്തിലേക്കാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ അവസാനത്തെ വികാസത്തിൻ്റെ ഏറ്റവും അവസാന പോയിൻ്റായിട്ട്. ഇത് ഇനിയും അങ്ങോട്ട് മുമ്പോട്ട് തുടരുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ സമൂഹത്തിൽ എന്തുകൊണ്ട് അക്രമ പ്രവണത പൊതുവിൽ വർദ്ധിച്ചു വരുന്നു എന്ന് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പൊതുവായിട്ടുണ്ടായിട്ടുള്ള ഈ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വലിയൊരു മത്സരാധിഷ്ഠിത സാഹചര്യം സമൂഹത്തിലും പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കുള്ളിൽ വരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അവരുടെ തൊഴിൽപരമായ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒരു മത്സരം തന്നെ നടക്കുന്നു. വീട്ടിൽ കുട്ടികൾ തമ്മിൽ ഇളയത് കുട്ടി മൂത്ത കുട്ടി ഇപ്പോൾ അനിയത്തിക്ക് ചേട്ടന് കൂടുതൽ മാർക്ക് കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന അനിയന്മാരുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചേട്ടൻ നല്ല മാർക്ക് വാങ്ങിച്ചാൽ അമ്മയും അച്ഛനും എന്നെയും അതുപോലെ അതേ മാർക്ക് വാങ്ങിക്കുന്നതിന് നിർബന്ധിക്കും. എനിക്കങ്ങനെ എപ്പോഴും ഇരുന്ന് പഠിക്കാനുള്ള താല്പര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മത്സരാധിഷ്ഠിത അന്തരീക്ഷം കുടുംബങ്ങൾക്കുള്ളിലേക്ക് മൈക്രോ ലെവലിലേക്ക് കുടുംബങ്ങൾക്കുള്ളിലേക്ക് തന്നെ കടന്നു വന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം പൊതുവിൽ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നുവെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അച്ഛനമ്മമാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുടുംബ കാര്യങ്ങളിൽ അധികം നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾ വളരുന്നു, അവരുടെ താല്പര്യം എന്ത്, അവരോട് ഇപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറേണ്ടുന്നത്, വിശിഷ്യ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ എന്താ, അവർ ഏത് ലോകത്താണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളും അതുപോലെ ഇടപെടലുകളും ഒന്നും നടത്തുന്നതിന് മാതാപിതാക്കൾക്ക് ശരിയായി കഴിയാത്തൊരു സാഹചര്യം പൊതുവിൽ നമ്മളിപ്പം ഈ സമൂഹത്തിൽ പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ ഈ കുട്ടികൾക്ക് അവർ വലിയൊരു മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിലെ നേട്ടങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള മത്സര ഓട്ടത്തിനിടയിൽ അവർക്ക് കുട്ടികളുമായി സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് മാതാപിതാക്കൾ പൊതുവിൽ തിരഞ്ഞെടുക്കുന്നത് വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിച്ച് കുട്ടിയെ കൊടുത്ത് കുട്ടിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള കേവലമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് മാതാപിതാക്കൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെർമിസീവ് പേരൻറ്റിങ് എന്ന് പറയും. അവർ പറയുന്നത് എന്തും സാധിച്ചു കൊടുക്കുക. അവർക്കൊരു ടാബ് വേണമെന്ന് പറയുന്ന ഒരു 5 വയസ്സുള്ള കുട്ടി 3 വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ 3 വയസ്സുള്ള കുട്ടിക്ക് ഒരു ടാബ് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിൻ്റെ ഫലമായിട്ടുള്ള മൊബൈലിൻ്റെ ഉപയോഗം, ടാബിൻ്റെ ഉപയോഗം, വലിയ തോതിൽ ടെക്നോളജിയുടെ ഉപയോഗം കൂടിയതിൻ്റെ ഭാഗമായി 1 വയസ്സുള്ള ഒരു കുട്ടിയെ അമ്മ ആഹാരം കൊടുക്കാൻ നേരത്തെ കുട്ടിയെ മൊബൈൽ കാണിച്ചു കൊടുക്കും. മൊബൈൽ കാണിച്ചാണ് കുട്ടിയെ അമ്മ
1 വയസ്സാണെങ്കിലും 6 മാസമുള്ള കുട്ടിയാണെങ്കിലും ആഹാരം കഴിക്കുന്നത്. ഇന്ന് ഞാനൊരു കുട്ടിയെ കണ്ടത്, ആ കുട്ടിക്ക് 14 വയസ്സുള്ള ഒരു കുട്ടി, ഭയങ്കര അക്രമവാസനയുള്ള ഒരു കുട്ടി. അപ്പോൾ വലിയ കടുത്ത രീതിയിലുള്ള മൊബൈൽ ഉപയോഗം, മൊബൈൽ 11 മണി വരെ രാത്രിയിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 12 മണി വരെ ഉപയോഗിക്കുന്നു. മൊബൈൽ വാങ്ങിയാൽ അക്രമകാരിയാകുന്ന ഒരാൺകുട്ടി. അപ്പോൾ ഈ കുട്ടിയോട് ഞാൻ ഒറ്റയ്ക്കിരുത്തി, മോനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സ്വഭാവ രീതിയിലേക്ക്, മൊബൈൽ അഡിക്ഷനിലേക്ക് നീ പോയതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, അത് എനിക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ 2 വയസ്സ് 1 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മ എനിക്ക് മൊബൈൽ ഫോൺ കാണിച്ചു തന്നാണ് എനിക്ക് ആഹാരം തന്നത്. ഇപ്പോൾ എനിക്ക് മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ട് മാറിയെന്ന് ആ കുട്ടി സത്യസന്ധമായ ഒരു വിശകലനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾ മൊബൈൽ ഉപയോഗത്തിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവർ കാർട്ടൂൺ കാണുന്നതിന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കും, വീഡിയോ ഗെയിം കളിക്കുന്നതിന് വേണ്ടി, വിവിധ വീഡിയോ ഗെയിമുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കും. അപ്പോൾ കാർട്ടൂണിൻ്റെ ഒരു പ്രധാന കണ്ടൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർട്ടൂണിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് അക്രമമാണ്. എല്ലാ കാർട്ടൂണുകളുടെയും തീമെന്ന് പറയുന്നത് അക്രമ സ്വഭാവമാണ്. ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, മുമ്പോട്ട് പോവുക. വീഡിയോ ഗെയിമുകളുടെയും യഥാർത്ഥത്തിലുള്ള തീം ഏകദേശം ഇതുതന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടി ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പരാജയപ്പെടുത്തി മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുന്നത് പോലെ ആ കുട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ കാർട്ടൂണും വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത, പ്രതിസന്ധികളെ ഈ രീതിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ വീഡിയോ ഗെയിമും കാർട്ടൂണും കൂടുതൽ കാണുന്ന ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സംസാരശേഷി കുറവായിരിക്കും. സംസാരശേഷി എന്ന് പറഞ്ഞാൽ സംസാരം ഇല്ലെന്നല്ല, തൻ്റെ ഒരു ആഗ്രഹം മറ്റൊരാളോട് പറഞ്ഞ് നല്ല രീതിയിൽ അവരെ സംസാരിച്ച് ബോധ്യപ്പെടുത്തി ആ കാര്യം ആഗ്രഹം സാധിക്കുന്നതിനുള്ള ഒരു നെഗോഷിയേഷൻ സ്കിൽ അവർക്ക് കുറവായിരിക്കും. പകരം അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പ്രതിസന്ധി ഉണ്ടായാൽ മറ്റൊരാളിനെ ആക്രമിച്ച് അത് നേടിയെടുക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നെഗോഷിയേഷൻ സ്കില്ലിനേക്കാളും കൂടുതൽ ആക്ഷനിലേക്കായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഒരു ക്യാരക്ടറാണെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി അടുത്തതിനെ കീഴ്പ്പെടുത്തി അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ആ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധി, അച്ഛനാണെങ്കിൽ അച്ഛനെ അടിക്കുക, അമ്മയാണെങ്കിൽ അമ്മയെ അടിക്കുക, ചേച്ചിയാണെങ്കിൽ അനിയനെ ഉപദ്രവിക്കുക, അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അത്തരത്തിലുള്ള ഒരു അക്രമവാസന ശരിക്കും പറഞ്ഞാൽ മൈക്രോ ലെവലിൽ ഒരു കുട്ടിക്കാലത്ത് തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ആ രീതിയിൽ വളർന്നു വന്ന യുവാക്കളാണ് ഇന്ന് പ്രതിസന്ധികളിൽ പെട്ടുപോകുമ്പോൾ അക്രമത്തിലേക്കും, യുവാക്കൾ അക്രമത്തിലേക്കും, അതുപോലെ തന്നെ എതിരാളിയെ കൊന്ന് കാര്യം നേടിയെടുക്കുന്ന രീതിയിലേക്ക് പോകുന്ന പ്രവണത സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 30-40 കൊല്ലങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സാമൂഹ്യ മാറ്റമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട പേരൻറ്റിങ്ങിൽ വന്ന കഴിഞ്ഞ ഒരു 3-4 ദശകങ്ങൾക്കകത്ത് വന്നിട്ടുള്ള പേരൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, എന്തും സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. അതായത് എനിക്കൊന്നും ഇല്ലായിരുന്നു കുട്ടിക്കാലത്ത്, ഞാനെല്ലാം കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, എൻ്റെ മക്കൾക്ക് അങ്ങനെയൊന്നും ഒരു വിഷമം വരരുത്, കടം മേടിച്ചാണെങ്കിൽ ഒരു വിഷമം അവനെ അറിയിക്കാതെ അവളെ അറിയിക്കാതെയാണ് ഞങ്ങൾ വളർത്തുന്നത്, ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പെർമിസീവ് പേരൻറ്റിങ് ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് പൊതുവിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് സമൂഹത്തിൽ വന്നിട്ടുള്ള ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് വരുമ്പോഴത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രത്യേക മാറ്റമാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് കടുത്ത ശിക്ഷണം, നല്ല അടി കൊടുത്ത് കുട്ടികളെ വളർത്തുന്ന ഒരു രീതിയും മാതാപിതാക്കളിൽ ഒരു ഗ്രൂപ്പുകളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നല്ല അടി കൊടുത്ത് അടി കിട്ടി വളരുന്ന ഒരു കുട്ടി ഭാവിയിൽ വലിയ അടിക്കാരനായി മാറുമെന്നാണ് നമ്മൾ കാണേണ്ടുന്നത്. അതായത് കുറ്റവാസനയിൽ നല്ല അടി കിട്ടി വളർന്ന ഒരു കുട്ടിയിൽ കുറ്റവാസന വളരാനുള്ള, ആക്രമണോത്സുകത വളരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ കുട്ടികൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ അടിക്കാൻ, വലുതാകുമ്പോഴത്തേക്ക് ഭാര്യയെ അടിക്കാനോ ഭർത്താവിനെ അടിക്കാനോ മക്കളെ അടിക്കാനോ, അമ്മമാരാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ മക്കളെ അടിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ അഗ്രസീവ് ബിഹേവിയർ പ്രകടമാകുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ പേരൻറ്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ ഒരു കുട്ടി വീട്ടിൽ വളരുന്നു, ഒരു ചേട്ടനും ഒരു അനിയത്തി ഉണ്ടെന്നിരിക്കട്ടെ. അനിയൻ 10 വയസ്സ്, അനിയത്തിക്ക് 5 വയസ്സ്. ചേട്ടൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഐസ്ക്രീം കൊടുക്കുന്നു, ഐസ്ക്രീം തിന്നുന്നു. അപ്പോൾ വേറൊരു ഐസ്ക്രീം കൂടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, തിന്ന് തീർന്നപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ഒരു ഐസ്ക്രീമും കൂടെ വേണമെന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നു, നിൻ്റെ ഐസ്ക്രീം നീ തിന്നില്ലേ, ഇനി അനിയത്തിക്കുള്ളതാണ്, അത് അവൾ വരുമ്പോൾ കൊടുക്കാനുള്ളതാണ്, നിനക്കിനിയില്ല. അപ്പോൾ അവിടെ അച്ഛൻ്റെ അമ്മ മുറിയിലിരിപ്പുണ്ട്. അച്ഛൻ്റെ അമ്മ ഇതിൽ ഇടപെടും. അച്ഛൻ്റെ അമ്മ ഇടപെട്ടിട്ട് പറയും, അവനൊരു ആൺകുട്ടിയല്ലേ, അവനൊരു ഐസ്ക്രീം കൂടെ തിന്നെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കത്തില്ല, അത് അവൾക്ക് പിന്നെ വാങ്ങിച്ചു കൊടുക്കുക, അവൾക്ക് ഇപ്പം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല.
അവനൊരു ആൺകുട്ടിയല്ലേ. അപ്പോൾ ഇങ്ങനെ ആൺകുട്ടി ഇങ്ങനെ വളരും, അവൻ്റെ ആൺകുട്ടിക്കൊരു പ്രത്യേകത തോന്നും, ഞാനൊരു പ്രധാനിയാണ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിത്തരാനുള്ളതാണ്, എല്ലാവരും അതിന് വഴങ്ങേണ്ടതാണ്, ഞാൻ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുള്ള ആളാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ കുട്ടിയിൽ വളരും. അങ്ങനെ ഈ കുട്ടി ഒരു 15 വയസ്സ് 16 വയസ്സാകുമ്പോഴത്തേക്ക് കൂടെ പഠിക്കുന്ന കുട്ടിക്കോ എന്നും കാണുന്ന കുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ ഒരു കത്ത് കൊടുക്കും. അപ്പോൾ ആ പെൺകുട്ടി അത് ചുരുട്ടി ഓടയിലേക്ക് എറിഞ്ഞിട്ട് നടന്നു പോകും. അപ്പോഴേക്കാണ് ആദ്യമായിട്ട് നിരാശത്തിൻ്റെ, റിജക്ഷൻ്റെ ഒരു അനുഭവം കുട്ടിക്കുണ്ടാകുന്നത്. ഇതുവരെ ഞാൻ ആൺകുട്ടിയാണ്, എല്ലാം എനിക്ക് തരാനുള്ളതാണ്, എല്ലാവരും എനിക്ക് കീഴ്പ്പെടാനുള്ളതാണെന്ന് വിചാരിച്ച് വളർന്ന ഈ 16-കാരൻ്റെ മുമ്പിൽ ആദ്യമായിട്ടൊരു റിജക്ഷൻ വരുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ ഈ കുട്ടിക്ക് സാധിക്കത്തില്ല. അത് ഭയങ്കര ഒരു വലിയ വിഷമത്തിലേക്കും പ്രതിസന്ധിയിലേക്കും കുട്ടിയെ കൊണ്ടെത്തിക്കും. അങ്ങനെയാണ് കുട്ടികൾ മറ്റൊരു കാമുകിയുടെ ദേഹത്തോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ദേഹത്ത് ആസിഡ് ഒഴിക്കുന്നത് പോലെയുള്ളതോ അക്രമത്തിലേക്കുള്ള പ്രവണതകളിലേക്ക് കുട്ടികളിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളിലേക്ക് വരാനുള്ള ഒരു പ്രത്യേകത, ഒരു കാരണം നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ കാണേണ്ടുന്നതാണ് വഷളാകുന്ന കുടുംബ ബന്ധങ്ങൾ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വഷളാകുന്ന കുടുംബ ബന്ധങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ പീഡിയാട്രിക്സിലൊക്കെ വരുന്ന കുട്ടികളുടെ ഒരു പശ്ചാത്തലം, സൈക്കോ സോഷ്യൽ സിറ്റുവേഷൻ, കുടുംബ പശ്ചാത്തലം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഒരു 30% കുട്ടികൾ ബിഹേവിയർ പീഡിയാട്രിക്സിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു 30% കുട്ടികളുടെയും കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഡിസ്റപ്റ്റഡ് ഫാമിലി എൻവയോൺമെൻ്റ് ആണ്. അന്തഛിദ്രം നിറഞ്ഞ അരക്ഷിതമായ കുടുംബാന്തരീക്ഷം, അച്ഛൻ വേറെ താമസിക്കുന്നു, അമ്മ വേറെ താമസിക്കുന്നു, ഗാർഹിക ലഹള, ഗാർഹിക പീഡനം, വഴക്കുകൾ, ഇത്തരത്തിലുള്ള അന്തഛിദ്രം നിറഞ്ഞ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് പറയും. ഈ ഡിസ്ഫങ്ഷണൽ ഫാമിലി യഥാർത്ഥത്തിൽ കുട്ടികളിൽ, ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളിൽ, ആൺകുട്ടികളിൽ അക്രമവാസന കൂടുതലായിരിക്കും. അക്രമം കണ്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അക്രമവാസന കൂടുതലായിരിക്കും. പെൺകുട്ടികളിൽ, ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയുള്ള കുടുംബങ്ങളിൽ വരുന്ന പെൺകുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ എത്തുമ്പോഴത്തേക്ക് അവർ നിരന്തരമായ പ്രണയത്തിലേർപ്പെടാനുള്ള ഒരു പ്രവണത വരും. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളിലുള്ള അക്രമവാസനയും ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളും വർദ്ധിക്കുന്നതിന് വഷളായിട്ടുള്ള കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മദ്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം. മദ്യം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ വലിയ തോതിൽ എല്ലാ സമൂഹങ്ങളിലും എല്ലാ പ്രായത്തിലുള്ളവരിലും വർദ്ധിച്ചു വരുന്നു. ഒരിക്കൽ ഒരു PG സ്റ്റുഡൻ്റ് എന്ന് കണ്ടിട്ട് ഈ MDMA ഉപയോഗിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ഞാൻ ചോദിച്ച മോൻ ഇതിൽ നിനക്ക് നിർത്തിക്കൂടെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നിർത്തണമെങ്കിൽ ഞാൻ ഇപ്പോഴും നിർത്താം, അങ്ങനെയാണെങ്കിൽ നീ കാറിൻ്റെ ഡിക്കിയിലിരിക്കുന്ന MDMA എടുത്ത് കളഞ്ഞുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അവൻ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു കാറിൻ്റെ ഡിക്കിയിൽ MDMA ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ പിന്നെ നീ ഉപയോഗം നിർത്താമെന്നുള്ള കോൺഫിഡൻസ് നിനക്കുണ്ടെങ്കിൽ നീ എങ്കിൽ പിന്നെ ആ MDMA എടുത്ത് കളഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞത്, അത് എടുത്ത് കളയുന്നത് എനിക്കൊരു കോൺഫിഡൻസ് കുറയും സാറേ, എടുത്ത് കളയാതെ ഞാൻ അവിടെ വെച്ചേക്കും, പക്ഷേ ഞാൻ ഉപയോഗിക്കത്തില്ലെന്ന് സാറിന് വാക്ക് തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ കുട്ടി യഥാർത്ഥത്തിൽ, ഈ കുട്ടിക്ക് ഇത് നിർത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടി അതെടുത്ത് MDMA കാറിൽ നിന്നെടുത്ത് കളഞ്ഞാൻ. അതാണ് ആ കുട്ടിയുടെ മാനസികാവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺകൺട്രോൾഡ് വയലൻസ്, അൺപ്രെഡിക്റ്റബിൾ വയലൻസ്, തീവ്രമായ ക്രൂരമായ ആക്രമണ സ്വഭാവം ഉള്ള സ്വഭാവ രീതികൾ ഈ വർദ്ധിതമായ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗത്തിൻ്റെ ഭാഗമായി യുവാക്കളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെയാണ് മദ്യം, മയക്കുമരുന്ന് ബാധിക്കുന്നത്. ബ്രെയിനിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നമ്മളുടെ ആക്രമണ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ ഇല്ലാതാക്കുന്നതിനുമുള്ള ശേഷി എന്ന് പറയുന്നത് പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ നിയന്ത്രണമാണ്. അത് പ്രത്യേകിച്ച് അമിഗ്ഡല പോലെയുള്ള ലിംബിക് സിസ്റ്റത്തിൻ്റെ ബ്രെയിനിൻ്റെ മേളിലുള്ള നിയന്ത്രണമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനുള്ളത്. ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ നിയന്ത്രണ ശേഷി ഈ മദ്യം, മയക്കുമരുന്നിലൂടെ ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മദ്യം, മയക്കുമരുന്നിലെ വയലൻസ് ഒരു പ്രത്യേകതരം വയലൻസാണ്. അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ്, ഏറ്റവും തീവ്രമായ ക്രൂരമായ തരത്തിലുള്ള വയലൻ്റ് സ്വഭാവമായിരിക്കും മദ്യം, മയക്കുമരുന്നുള്ള കുട്ടികളിൽ ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന അന്ധവിശ്വാസം, ശത്രു സംഹാര പൂജകൾ, ഇതുപോലെയുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ TV സീരിയലുകളിലും അതുപോലെ തന്നെ സിനിമകളിലും കാണിക്കുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ശത്രു സംഹാര പൂജ പോലെയുള്ള അന്ധവിശ്വാസ പ്രകടന രീതികൾ സമൂഹത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ഇലന്തൂർ സംഭവത്തിലെ പോലെ ആളുകളെ വെട്ടിക്കൊല്ലുക, കഷ്ണം കഷ്ണമാക്കുക, അതിന് നരബലിയിലൂടെ കാര്യസാധ്യം സാധിക്കുമെന്നുള്ള ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് അതിലേക്ക് ആകർഷിച്ച് വരുന്ന ആൾക്കാരിൽ ആ രീതിയിലുള്ള അക്രമ സ്വഭാവം
വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിനിമയിലെയും ടി വി സീരിയലുകളിൽ അക്രമ സ്വഭാവ രീതികൾ. ഇപ്പം സിനിമകളുടെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വില്ലനിസം ഉള്ള നായകൻ എന്നുള്ള രീതിയിലാണ് ഒരു മാർക്കറ്റുള്ളത്. സാധാരണ നായകൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നല്ലതിന് വേണ്ടി നിലകൊള്ളുകയും കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും സിനിമയുടെ അവസാനം. നായകനാണെങ്കിൽ കൂടി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കാണിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമകളിലെ നായകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നു, കുറ്റങ്ങൾ ചെയ്യുന്നു, എന്നാൽ അവസാനം അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ്, കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടുന്നതായിട്ടോ നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തപ്പെടുന്നതോ ആയിട്ടോ അല്ല കാണിക്കുന്നത്. പകരം അയാൾ തന്നെ രക്ഷപ്പെട്ട് അയാൾ വേറൊരു നല്ല ജീവിതത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സിനിമകളിലെ വില്ലനിസം കലർന്ന നായകന്മാരുടെ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ സിനിമകളിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയലൻസ് എത്രത്തോളം കൂടുതൽ കാണിക്കാമോ അത്രയും നല്ലത്, അത്രയും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇതാണ് ഇതുവരെ വന്നതിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്നുള്ള രീതിയിലാണ് സിനിമകൾ പ്രചരണം നടത്തുന്നത്. അപ്പോൾ വയലൻസിന് വലിയ തോതിൽ ഒരു സ്വീകാര്യത സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സിനിമകൾ അതുപോലെ സീരിയലുകളും വലിയ തോതിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അടുത്തിടെ ഇറങ്ങുന്ന മലയാള സിനിമകൾ, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ സിനിമകൾ സമൂഹത്തിലും കൗമാരക്കാരിലും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഒരു 10 കൊല്ലത്തിന് മുമ്പ് കുട്ടികളിലെ കുറ്റവാസനയെക്കുറിച്ചൊരു പഠനം നടത്തിയപ്പോഴത്തേക്ക് ആ കുറ്റവാസനയുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് 300 കുട്ടികളെ എടുത്തിട്ട് അവരെ ഒരു വർഷം നിരീക്ഷിച്ച് അവരുള്ള കുറ്റവാസനയ്ക്കുള്ള സൈക്കോ സോഷ്യൽ ബിഹേവിയറൽ ഇൻ്റർവെൻഷൻസ് കൊടുത്ത് അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് റേറ്റ് ചെയ്താണ് പഠിച്ചത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഇല്ലാതെ ഒരു പ്രത്യേക കാര്യം ഞാൻ നിരീക്ഷണം നടത്തി നോക്കി. ഇവർക്ക് ഏത് തരം സിനിമകളാണ്, ഏത് നായകന്മാരെയാണ് ഇഷ്ടമെന്നും കൂടെ ഞാനന്ന് അതിൻ്റെ കൂട്ടത്തിൽ, അത് സ്റ്റഡി ഒബ്ജക്റ്റീവിൻ്റെ പെടുന്നില്ല, പക്ഷേ എന്നാലും ഞാൻ അതിൻ്റെ ഒരു വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് സിനിമയുടെ നായകൻ്റെയും പേര് ഞാൻ പറയുന്നില്ലെങ്കിലും വലിയ തോതിൽ ആക്രമണ സ്വഭാവമുള്ള സിനിമകളും അത്തരം സിനിമകളിലെ നായകന്മാരെയുമാണ് ഈ കുറ്റവാസനയുള്ള കുട്ടികൾ ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. മലയാളത്തിലെ ഒരു പ്രധാന നായകനും തമിഴിലെ മറ്റൊരു പ്രധാന നായകനെയാണ് അവർ പറഞ്ഞത്. അവരുടെ സിനിമകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വയലൻസിൻ്റെ ഒരു പ്രത്യേകതയുള്ള സിനിമകളാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചു. അതുതന്നെ യുവസമൂഹത്തെയും കൗമാരക്കാരെയും സിനിമകൾ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. എന്നാൽ സിനിമാക്കാർ പൊതുവിൽ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സമൂഹത്തിൽ നടക്കുന്നതാണ് ഞങ്ങൾ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതൊരു പരിധിവരെ വേണമെങ്കിൽ അവരുടെ വാദത്തെ അംഗീകരിക്കാൻ, സമൂഹത്തിലും വയലൻസ് നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ കാണേണ്ടുന്നത് കൗമാരക്കാരെയും കുട്ടികളെയും യുവസമൂഹത്തെയും സിനിമ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് സിനിമകളിലെ വയലൻസ് എത്രത്തോളം നമുക്ക് സെൻസർ ബോർഡ് പ്രത്യേകം, നമുക്ക് സ്റ്റേറ്റിന് സെൻസർ ബോർഡിനെ ക്രിയേറ്റ് ചെയ്ത് അതിന് പ്രത്യേകം സ്ക്രീനിങ് നടത്താൻ കഴിയുമെങ്കിൽ അങ്ങനത്തെ ഒരു നിയമം നമ്മൾ കൊണ്ടുവന്നാൽ ഈ സിനിമയിലെ വയലൻസ് അതിര് കടന്നിട്ടുണ്ട്, ഒട്ടും നമുക്കിനി ആശ്വാസ്യകരമല്ല. അത് നമുക്ക് നിയന്ത്രിക്കുന്നതിന് എന്തെങ്കിലും വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടി വരുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അപ്പോൾ ഇത് ചുരുക്കത്തിൽ നമുക്ക് ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമുക്ക് വയലൻസിനെ കുറിച്ചിട്ടുള്ള സമൂഹത്തിൽ കൗമാരകാലത്തിൽ യുവാക്കളിലും കുട്ടികളിലും ഉണ്ടായിട്ടുള്ള വയലൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അനാലിസിസാണ്. അതിൻ്റെ പരിഹാരത്തിലേക്ക് ഏതെങ്കിലും ഒരു വൺ വേഡ് പരിഹാരത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയത്തില്ല. ഈ ഘടകങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുകയും അതിനെ നമ്മൾ സാമൂഹ്യമായ ഇടപെടൽ നടത്തി എത്രത്തോളം ഘടകങ്ങളിൽ മാറ്റം വരുത്തി സമൂഹത്തിലുള്ള ഈ പ്രവണതയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്.